ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വമ്പൻ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ചില സംഘർഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിനെ രക്ഷിക്കുവാൻ സുമാഷും നികേഷും ഹരീഷും കൂടെ എത്തുന്നു. അങ്ങനെ സുധീഷിനെ രക്ഷപ്പെടുത്തുന്ന ചില മനോഹരമാകുന്ന രംഗങ്ങൾ നമുക്ക് വേണ്ടി നാളെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സുധീഷ് ആരോ ഫോൺ വിളിച്ചു എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ അരുണിനെ വിളിക്കുകയും അരുൺ നിമിഷ നേരത്തിനുള്ളിൽ അവനെ അവിടുന്ന് മാറ്റുവാൻ ഓർഡർ കൊടുക്കുകയാട്ടോ. അങ്ങനെ വേഗത്തിൽ ആ ഒളിത്താവളത്തിൽ നിന്ന് മാറ്റുവാൻ സുധീഷിനെ കൈകളൊക്കെ അഴിച്ച് പെട്ടെന്ന് സ്റ്റിക്കർ വായിൽ ഒട്ടിച്ച് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ മറ്റൊരു ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് തന്നെ സുധീഷ് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ഏകദേശം മാപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഏകദേശം ആ സ്ഥലം മനസ്സിലാക്കി സുഭാഷും ഹരീഷും നികേഷും കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പം ഈ സുധീഷ് ആരെയും വിളിച്ചറിയിച്ചു എന്നുള്ള വെപ്രാളത്തിൽ ഈ ഗുണ്ടകൾ വാഹനം വളരെ സ്പീഡിലാണ് ഓടിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് അതുപോലെ തന്നെ സുധീഷ് ചേട്ടന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും വാഹനവും വേഗത്തിലാണ് പോകുന്നത്. അങ്ങനെ ഒരു വളവിൽ വെച്ച് ഈ ഗുണ്ടാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സുധീഷിനെ കൊണ്ടുപോകുന്ന വാഹനവും ഹരീഷിൻ്റെ വാഹനവും തമ്മിൽ ആക്സിഡൻ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഹരീഷിനെ ഈ വാഹനം ഇടിച്ചു വീഴിച്ചു കഴിയുമ്പോൾ പുറകോട്ട് എന്നിട്ടും ഈ വാഹനം നിർത്താതെ സ്പീഡ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സുഭാഷ് ഇത് കണ്ടത് നിർത്തടാ വാഹനം എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത് എന്ന് ഉറക്കെ വിളിക്കുകയാട്ടോ. വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഗുണ്ടകൾ ഇത് കേൾക്കുകയെ അവർക്ക് ദേഷ്യമുണ്ടായി ആ വാഹനം അവിടെ ചവിട്ടി നിർത്തി എൻ്റെ വെളിയിലേക്ക് നോക്കിയ. അപ്പോൾ സുഭാഷ് നീക്ക് എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ ഈ ഗുണ്ടാ നേതാവിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഗുണ്ടാ നേതാവ് അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ഈ സമയത്ത് നമ്മുടെ ഹരീഷിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. നികേഷ് ചാടി ഇറങ്ങി ചെന്ന് ഈ ബൈക്ക് നൂർക്കുന്നു, ഹരീഷിനെ എഴുന്നേൽപ്പിക്കുന്നു. ഹരീഷിന് വലിയ ചെറിയ പോറലുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് സുഭാഷിന് നല്ല ദേഷ്യമാണ്. ഇതുവരെയും കണ്ട ഒരു സുഭാഷിനെയല്ല നമ്മൾ കാണുന്നത്. കാരണം തൻ്റെ സ്വന്തം അനിയൻ്റെ ജീവനാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അതിന് ഇടയിലാണ് തൻ്റെ അനിയൻ്റെ വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിക്കുന്നത്. അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഗുണ്ടാ നേതാവ് വന്ന് സുഭാഷിനോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സുഭാഷ് ചോദിക്കുകയാണ്, നല്ല ദേഷ്യത്തോട് ചോദിക്കുക, നീക്ക് എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത് എന്ന് ചോദിച്ച് അടിക്കുവാൻ തുടങ്ങുമ്പോൾ ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വാഹനം ഓടി, എൻ്റെ വാഹനം ഇത് പ്രൈവറ്റ് റോഡ് അല്ല പബ്ലിക് റോഡ്, എനിക്കിഷ്ടമുള്ള അവിടെ വാഹനം ഓടിക്കൂടാ എന്ന് പറഞ്ഞ് നേർക്കുനേർ സുഭാഷും ഈ ഗുണ്ടാ നേതാവും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുഭാഷ് നല്ല ദേഷ്യത്തിലാണ്. എന്നാൽ ഈ സമയത്ത് നികേഷിനും ഹരീഷിനും മനസ്സിലായി ഇവിടെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം സുധീഷിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷിനെ ശാന്തമാക്കുക. സുഭാഷേട്ട വീട്, ആ കേസ് വീട്, നമ്മളിപ്പോൾ പോകുന്നത് മറ്റൊരു കാര്യത്തിലാണ്. നമ്മൾ സുധീഷ് ചേട്ടനെ കണ്ടെത്തണം, അതിനുവേണ്ടി ഈ കേസ് വിടാൻ പറയുകയാണ്. അപ്പോൾ തന്നെ ഈ ഫൈറ്റിംഗ് നടക്കുമെന്ന് ഈ ഗുണ്ടാ നേതാക്കന്മാരായ ഗുണ്ടകൾക്കും മനസ്സിലായ മറ്റേ വാഹനത്തിലിരിക്കുന്നത്. അവർ പെട്ടെന്ന് ഈ ഗുണ്ടാ നേതാവിനെ വിളിക്കുക, വാ നമുക്ക് വേഗത്തിൽ പോകാം, കേസ് വിട് എന്ന് പറയുകയാണ്. അപ്പം ഗുണ്ടാ നേതാവും അവിടെ നിന്ന് പിന്തിരിയുന്നു, സുഭാഷും അവിടെ നിന്ന് പിന്തിരിയുന്നു. അവിടെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വാഹനത്തിൽ സുധീഷിനെ കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഈ ഗുണ്ടാ നേതാവ് വാഹനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സുധീഷിനൊരു ബുദ്ധി തോന്നുകയാണ്. സുധീഷ് ഈ വാഹനം ഇടിക്കുന്നതൊക്കെ ഈ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ ഇരുന്ന് കാണുന്നുണ്ട്. പക്ഷേ തൻ്റെ വായു സ്റ്റിക്കർ വെച്ച് അടച്ചിരിക്കുന്നതുകൊണ്ട്, കൈകൾ ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറങ്ങി ഓടുവാനോ അല്ലെങ്കിൽ തടിമാടന്മാർ രണ്ടുപേരും ഇടതും വലത്തും ഇരിക്കുകയാണ്. ഇറങ്ങി ഓടുവാനോ ഒച്ച വെക്കുവാനോ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധീഷിന് ബുദ്ധി തോന്നുന്നത്. ഈ വാഹനത്തിലേക്ക് തിരിച്ചു കയറുവാൻ ശ്രമിക്കുമ്പോൾ ആ ഗുണ്ടക്കിട്ട് ഈ ഗുണ്ടാ നേതാവിൻ്റെ ദേഹത്ത് കൊള്ളുന്ന വിധത്തിൽ താനിരിക്കുന്ന ഡോറ് ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ഈ ചവിട്ടുമ്പോൾ ഈ ഡോറ് തുറന്നു ചെന്ന് ഇദ്ദേഹത്തിന് ഈ ഗുണ്ടാ നേതാവിൻ്റെ ദേഹത്ത് തട്ടുകയും അദ്ദേഹം അവിടെ തെറിച്ചടിച്ച് വീഴുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷും നികേഷും ഇത് ശ്രദ്ധിക്കുക. അവിടെ എന്തോ ഒരു ഫൈറ്റിംഗ് നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ വാഹനത്തിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുകയും അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ സുധീഷ് പെട്ടെന്ന് തല ഈ തുറന്ന ഡോറിലൂടെ വെളിയിലേക്ക് കാണിക്കുകയും ഇത് നികേഷ് കാണുകയും ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് നികേഷ് പറയുക, സുഭാഷ് ചേട്ടാ ഇതെൻ്റെ സുധീഷ് ചേട്ടൻ ആ വാഹനത്തിലുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ ഗുണ്ടകൾക്കും മനസ്സിലായി ഇത് സുധീഷിൻ്റെ ആളുകളാണ് വന്നിരിക്കുന്നത്, സുധീഷിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി വേഗത്തിൽ അവിടെ സുധീഷിനെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഡോർ അടച്ച് ഇദ്ദേഹവും വാഹനത്തിൽ കയറി വാഹനവുമായിട്ട് പറന്നു പോകുന്നൊരു ഭാഗമാണ്
ആ സമയത്ത് തന്നെ സുഭാഷും ഹരീഷും സുധീഷിനെ കാണുന്നുണ്ട് ഈ ക്ലാസ്സിൽ കൂടെ കേട്ടോ. അങ്ങനെ നിർത്തറ വണ്ടി എന്ന് പറഞ്ഞ് സുഭാഷും വാഹനമെടുത്ത് ഈ സുധീഷ് പോകുന്ന വാഹനത്തിനെ പിന്തുടരുകയാണ്. അങ്ങനെ എന്നാൽ ഈ 4 വീലർ വാഹനമായതുകൊണ്ട് ഇവരുടെ വാഹനം അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വേഗത്തിൽ പോകുന്നു. അങ്ങനെ ചേസിങ് നടത്തുവാൻ കഴിയാതെ പിന്തുടരുന്ന സുഭാഷിനെയും ഹരീഷിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വളരെയേറെ ദൂരത്തിൽ പോയി ആളുകളില്ലാത്ത ഒരു വിജനമാകുന്ന സ്ഥലത്ത് ഈ വാഹനം ചെന്നുവെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ സുധീഷിനെ അതിനകത്തേക്ക് ഒരു ആളൊഴിഞ്ഞ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോഡൗണിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നു. അവിടെ കൊണ്ട് കെട്ടിയിടുന്നു. ഈ നിമിഷത്തന്നെ നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും ആ ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് ചെന്ന് അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഗുണ്ടകളെയെല്ലാം അടിച്ചു നിരത്തി സുധീഷിനെ രക്ഷിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് സുഭാഷിൻ്റെയും ഹരീഷിൻ്റെ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ആ എല്ലാ ഗുണ്ടകളെയും തടിമാടന്മാരായ എല്ലാ ഗുണ്ടകളെയും അടിച്ചൊതുക്കുന്ന ഒരു നല്ല മനോഹരമാകുന്ന എപ്പിസോഡ് തന്നെയായിരിക്കും നാളെ. ഈ സമയത്ത് നികേഷ് പയ്യനായതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റിങ്ങിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ സുധീഷിനെ എങ്ങനെയെങ്കിലും കെട്ടഴിച്ച് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സുധീഷിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും ഈ സമയത്ത് ഈ നികേഷിനെ അടിക്കുവാൻ വേണ്ടി ഗുണ്ടകൾ വരുമ്പോൾ നമ്മുടെ ഹരീഷ് എന്ന് അവിടുന്ന് ആ ഗുണ്ടകളെ അടിച്ചോടിക്കുന്നു. അങ്ങനെ ഒരു സിനിമ സ്റ്റൈലിലുള്ള ഫൈറ്റിംഗ് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നികേഷ് സുധീഷിൻ്റെ കെട്ടഴിക്കുകയും പിന്നെ ഇവർ 4 പേരും കൂടെ ഈ ഗുണ്ടകളെ അടിച്ചൊതുക്കി രക്ഷപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുന്നുണ്ടല്ലോ. അതിനിടയിൽ ഈ ഗുണ്ട നേതാവിനെ മാത്രം സുധീഷിൻ്റെയും സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും കൈ കെട്ടുകയും അങ്ങനെ കൈകൾ രണ്ടും കെട്ടി ഒരുപാട് അടിക്കുകയാണോ. അടിച്ചിട്ട് ആര് പറഞ്ഞിട്ടാണ് സുധീഷിനെ തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അടി കൊള്ളുകയും അല്ലെങ്കിൽ തന്നെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ ഈ ഗുണ്ട സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ആ സമയത്ത് സത്യം തുറന്നു പറയുന്നില്ല, ഇപ്പോൾ തുറന്നു പറയുക കേട്ടോ. എന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് കാണുന്നത് മറുഭാഗം നിധിയുടെ വീട്ടിൽ സുധീഷ് കൊണ്ടുപോയി പണമെല്ലാം കൊണ്ടുപോയി നിന്നെ ചതിച്ചു, നിന്നെ വഞ്ചിച്ചു, അവൻ കൊള്ളത്തില്ലാത്തവനാണ്, അവൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അവരുടെയൊക്കെ ഗുണം അതാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് നിധിയോട് സുധീഷിനെ കുറിച്ച് അപവാദങ്ങൾ പറയുകയും സുധീഷ് ഒരു കള്ളനാണെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്യുന്ന സമയത്താണ് പണം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു കയ്യടി ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ കയ്യടി ശബ്ദം കേൾക്കും പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷ് അല്പം മുഖമൊക്കെ പാടും, അതുപോലെ രക്തക്കറകളൊക്കെ ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറി വരുന്ന സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഒരു ഭാഗം കാണുക. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. പ്രത്യേകിച്ച് രാജീവും അരുണും അതുപോലെ നിധിയുടെ അമ്മയും ഞെട്ടിപ്പോവുകയാണ്. ഇവനെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗുണ്ടകളെ ഏൽപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് അവൻ തിരിച്ചു വരുന്നതെന്ന് ചിന്തിക്കുകയാണോ. ഈ സമയത്ത് നിധിക്കും ഒരു അത്ഭുതം തോന്നുകയാണ്. അപ്പം പെട്ടെന്ന് ഇവരുടെ അടുക്കലേക്ക് വന്നിട്ട് പൈസ പോയിട്ടില്ല എന്ന് പറയുകയാണ് സുധീഷ്. നിങ്ങളുടെ പൈസ എവിടെ പോകാനാണ്, നിങ്ങളുടെ പൈസ ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് ഒന്നും അറിയത്തില്ലാതെ നിൽക്കുക. അപ്പോൾ രാജീവിന് മനസ്സിലായി എങ്ങനെയോ സുധീഷ് രക്ഷപ്പെട്ട് ഇനി ഇവിടെ നാടകം ഒന്നും കൂടെ അരങ്ങേറിയില്ലെങ്കിൽ ശരിയാവില്ല. സത്യം എങ്ങനെയാ അറിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പറയാം, പെട്ടെന്ന് ഇതുവരെയും സുധീഷിനെ കുറ്റം പറഞ്ഞിരുന്ന ആ രാജീവ്, മോനെ സുധീഷ നിനക്ക് എന്താണ് പറ്റിയത്, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയായതല്ലോ, നിനക്ക് എന്താ സംഭവിച്ചത്, നിന്റെ പണം എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയണം, പണമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതൊന്നും പേടിക്കണ്ട, എനിക്കൊരു അപകടമുണ്ടായി, അത് മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് നിധി എന്ന് ഓടി വന്ന് സുധീഷിനോട് പറഞ്ഞു, സുധീഷ് എന്താ പറ്റിയത്, ഇവിടെ എല്ലാവരും സുധീഷ് പണവും കട്ടുകൊണ്ട് പോയി എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, ഞാൻ പണം കക്കുമെന്ന് നിധിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്കത് ഉറപ്പായിട്ട് അറിയാമായിരുന്നു, എനിക്ക് സുധീഷ് അങ്ങനെ കക്കിയാലെന്ന് എനിക്കറിയാം, മോഷണം നടത്തിയാലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇവരെല്ലാം പറയുന്നത് സുധീഷ് പണം കൊണ്ടുപോയി, പണം എന്തെന്ന് ചോദിക്കുകയാണ്. പണമൊക്കെ കൊണ്ടുവരാം, കാണിക്കാം നിധി, ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് വന്നതല്ലേ എന്ന് പറയുകയാണ്. ഈ സമയത്ത് അരുണ് അല്പം ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്നാൽ രാജീവ് അവിടെ വലിയൊരു നാടകം കളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുക. ഈ സമയത്ത് സുധീഷ് പറയാണ്, ഇല്ല, എനിക്ക് അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പോയ വാഹനം ഒരു പറ്റം ഗുണ്ടകൾ തടയുകയും എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ അവർ തട്ടിയെടുക്കുകയും എന്നെ ഒരു ഒളിസങ്കേതത്തിൽ ആളുകളില്ലാത്ത ഒരു വിജനമാകുന്ന അല്ലെങ്കിൽ ഒരു ഗോഡൗണിൽ കൊണ്ട് പൂട്ടിയിട്ട് അവിടുന്ന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടാണ് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അരുൺ പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ അരുണ് മനസ്സിലായി ഇത് ആരാണ് എന്ന്, സുധീഷിനെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് ഇവന് മനസ്സിലായില്ലെന്ന് തോന്നിയപ്പോൾ ഈ അരുൺ പറയുകയാണ്, കൊള്ളാം, നിന്റെ നാടകം കൊള്ളാലോടാ,
ഞങ്ങളിത് വിശ്വസിക്കണോ? നീ അല്ലടാ പണം തട്ടിക്കൊണ്ട് പോയി എടുത്തോണ്ട് പോയി, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നീ നിധിയുടെ മുൻപിൽ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുവാണോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അരുണിൻ്റെ മുഖത്തേക്ക് സുധീഷ് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ രാജീവ് പറയാം, അരുണെ നീ എന്താണ് പറയുന്നത്? അവൻ കാര്യം പറയട്ടെ, എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും, കാര്യം പറയട്ടെ എന്ന് പറയാം. എന്നിട്ട് ചെറിയ തോതിൽ ഒരു കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരുൺ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അരുൺ പറയുന്നത്, നീ തന്നെ മോഷ്ടിച്ച നിധി, ഇത് വിശ്വസിക്കില്ലേ, ഇവൻ കള്ളനാണ്, ഇവൻ പണം തട്ടിയെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മുൻപിൽ അഭിനയിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി ചോദിക്കുകയാണ്, എന്താ സുധീഷ് ഇത് കേൾക്കുന്നത്, ഇത് ശരിയാണോ, പണം എന്തെന്ന് ചോദിക്കുക. നിധി, ഞാൻ പറഞ്ഞില്ലേ, എന്നെ കുറച്ച് പേര് തട്ടിക്കൊണ്ട് പോയി, എൻ്റെ ശരീരം മൊത്തം കണ്ടില്ല, ഒരുപാട് അവരടിച്ചു എന്ന് പറയുകയാണ്. അപ്പം നിധിക്ക് മനസ്സിലായത് ശരിയായിരിക്കാം എന്ന് തോന്നലുണ്ടാകുകയാണോ. അപ്പം അരുൺ എതിർക്കുകയും ഈ സമയത്ത് അരുണിനോട് രാജീവ് പറയാം, എടാ അരുണെ നീ അടങ്ങി നിൽക്കി, ഇതെന്തോ പറയുന്നത്, അവൻ പറയട്ടെ, എന്താ സംഭവം നടന്നതെന്ന് അവൻ പറയട്ടെ എന്ന് പറയുക. ഇല്ലച്ചാ, ഞാനിത് വിശ്വസിക്കില്ല, ഇവൻ്റെ നാടകമാണിത്, ഇവൻ്റെ ആരുടെ സഹായത്തോടു കൂടി നമ്മുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയ പണം മാറ്റിയിട്ട് ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഇവൻ വെറുതെ നാടകം കളിക്കുന്നതാണ് എന്ന് പറയാണ്. അപ്പം നിധി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ സുധീഷ് ഈ പണം കൊണ്ടുപോയി പിന്നെ എന്തിനാണ് ഏട്ടാ സുധീഷ് ഇങ്ങോട്ട് മടങ്ങി വരേണ്ടത്? സുധീഷ് ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് സുധീഷ് പണം തട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് പതറുന്നുണ്ട് ഈ അരുൺ. നിധി, അത് ഇവൻ്റെ അഭിനയമാണ്, അവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കാണിക്കുന്ന ഓരോ നാടകങ്ങളാണ് എന്ന് പറയുകയും ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് പറയാണ്, പണമൊക്കെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം, നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ പറയുക. ഇല്ലടാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അരുൺ സുധീഷിനെ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് വീണ്ടും ഒരു കയ്യടി കേൾക്കുകയും അങ്ങനെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ സുഭാഷും ഹരീഷും നികേഷും കൂടെ അകത്തേക്ക് കയറി വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ തന്നെ ഏകദേശം ഈ നിധിയുടെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലായിട്ടോ, എന്തോ വിഷയമുണ്ട്, ഇവിടെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് സുഭാഷേട്ടനെയും നികേഷിനെയും ഹരീഷിനെയും കണ്ടപ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷേട്ടൻ നിങ്ങളെന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പറയാം മോളെ, ഇതാണ് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നും സുധീഷിന് എന്താ സംഭവിച്ചതെന്നും നിധിക്കറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്താ സുധീഷേട്ടാ ഈ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്, സുധീഷിന് എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നിധി, എന്നെ തട്ടിക്കൊണ്ട് പോയത് വേറെ ആരുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തു മാറ്റിയത് വേറെ ആരുമല്ല, അത് നിൻ്റെ അച്ഛനും ചേട്ടനും കൂടിയാണ്, അവർ അയച്ച ഗുണ്ടകളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി ഞെട്ടിപ്പോവുകയാണ്. എന്താ സുധീഷ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നികേഷ് വന്ന് പറയാ, അതേ ഏട്ടത്തി സുധീഷേട്ടനെ ഇവർ ചതിക്കുകയായിരുന്നു, ചേട്ടൻ്റെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടിട്ട് ഏട്ടത്തിയുടെ അച്ഛനും ചേട്ടനും കൂടെ വേറെ ഒരു ഗുണ്ടാ സംഘത്തിനെ പറഞ്ഞു വിടുകയും ആ പണം തട്ടിയെടുത്തിട്ട് സുധീഷേട്ടനെ കൊന്നുകളയാൻ പറയുകയായിരുന്നു, അവിടെ നിന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് രാജീവ് പറയും, എന്താണ് നീ പറയുന്നത്, ഞങ്ങൾ അവനെ കൊല്ലാനോ ഞങ്ങൾ ചതിക്കാനോ, ഞങ്ങളുടെ പണം എന്തിനാണ് അവനെ കൊടുത്തു വിട്ടിട്ട് ഞങ്ങളെടുത്ത് മാറ്റേണ്ടത്, അതിൻ്റെ കാര്യമല്ലോ ഉണ്ടോ? നിധി, ഇത് വിശ്വസിക്കില്ല, ഇത് പറഞ്ഞതിൽ തന്നെ നിനക്ക് മനസ്സിലായല്ലോ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു നാടകമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ഹരീഷ് കയറി വരുന്നില്ല കേട്ടോ, നികേഷും സുഭാഷും മാത്രമേ കയറി വരുന്നു. അപ്പോൾ ഹരീഷിനെ കാണുന്നില്ല ആരും. അപ്പം രാജീവ് പറയണ, എന്നിട്ട് രാജീവും അരുണും പറയുകയാണ്, നിധി, ഇത് ശരിയാണ്, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് നാടകം കളിക്കുന്നതാണ്, ഇവരെല്ലാം ഇതിനകത്ത് കണ്ണികളാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ പെട്ടെന്ന് വീണ്ടും സുഭാഷ് പറയാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ അരുൺ പറയുന്നുണ്ട്, നിനക്കതിന് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് നിനക്ക് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തെളിവുണ്ട് എന്ന് പറയുകയും സുഭാഷ് ഹരീഷിനെ വിളിക്കുകയാണ്. അങ്ങനെ ഹരീഷിനെ വിളിക്കുമ്പോൾ ഈ ഗുണ്ടാനാഥാവിനെയുമായിട്ട് നല്ല ഇടിയും ചതയൊക്കെ കൊടുത്തിട്ടുണ്ടോ, അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മനോഹരമാകുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഗുണ്ടാ നേതാവിനെയും ഹരീഷിനെയും കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.